നമസ്കാരം. ദൂരദർശൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രത്യേക വാർത്താ പരിപാടിയിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിലിപ്പോൾ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളെയും അതുപോലെ തന്നെ ചൂതാട്ടത്തിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഓൺലൈൻ ഗെയിമിംഗ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ബിൽ നിലവിൽ വന്ന് കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, ഇനി എന്തൊക്കെയായിരിക്കും ഇതുമൂലം രാജ്യത്ത് സംഭവിക്കാനിരിക്കുന്നത്, ഇത് നേട്ടമോ കോട്ടമോ, വളരെ വിശദമായി തന്നെ നാം ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പം അതിഥിയായി പങ്കുചേരുന്നു തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ മൈബി സൈബർ ഫോറൻസിക് ലബോറട്ടറി ചെയർമാൻ അഡ്വക്കേറ്റ് റജി വസന്ത് വിജയ് ചേരുന്നു. അതോടൊപ്പം തന്നെ വീഡിയോ കോളിൽ ടെക് അനലിസ്റ്റ് കൂടിയായിട്ടുള്ള ശ്രീ മിഥുൻ വിജയകുമാർ അല്പസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം അഡ്വക്കേറ്റ് റജി വസന്ത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബില്ല് മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുന്നു. പൊതുവിൽ പറയുന്നത് ഗെയിമിംഗ് ആപ്പുകൾക്കും ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾക്കും അതുപോലെ തന്നെ ബെറ്റിംഗ് ആപ്പുകൾക്കും ഒരു കടിഞ്ഞാണിടുന്ന, ഒരു കത്രികപ്പൂട്ടിടുന്ന നിയമമാണ് വരാനിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഈ നിയമം? ഈ നിയമത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതുമൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? നമസ്കാരം. ഇന്ത്യ ഇത്രയും ഒരു ഡൈവേഴ്സ് കൺട്രിയാണ്. 146 കോടി ജനങ്ങളുള്ള രാജ്യത്ത് നമ്മൾ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ നോക്കുകയാണെങ്കിൽ 900 മില്യൺ ആണ്. 900 മില്യൺ ഇൻ്റർനെറ്റ് പെനിട്രേഷനുള്ള നാട്ടിൽ അറൗണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ യൂസേഴ്സിൻ്റെ, അതായത് നമ്മളെ ഗെയിംസ് ആപ്സ് ഉപയോഗിക്കുന്നത് ആൾമോസ്റ്റ് 500 മില്യൺ ആൾക്കാർ ഉപയോഗിക്കുന്നു. നമ്മൾ വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ 20% ആണ്. നമ്മളിതിനെ നോക്കേണ്ടത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ ആപ്പുകൾ അല്ലെങ്കിൽ ഈ ടെക്നോളജി ആയിട്ട് ഒരു ആസ്പെക്റ്റ്, ഇതിനെ ടെക്നോളജിക്കൽ ആസ്പെക്റ്റായിട്ട് നോക്കണം. വേറൊന്ന് എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റായിട്ട് നോക്കണം. ഇത് ഒരു രീതിയിൽ ഇത് ടെക്നോളജി ഡ്രിവണായി പോകുന്നു, ഒരു സൈഡിൽ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇതിൽ എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്? ഇത് സ്റ്റേറ്റ് പെർസ്പെക്റ്റീവിലും നാഷണൽ പെർസ്പെക്റ്റീവിലും ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിലും എങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്? ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ജനങ്ങളിൽ ഇതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റിലീഫാണ് പ്രൈമറി ഫേസി. അതൊരു ഇൻഡസ്ട്രിക്കോ ഒരു വ്യവസായത്തിനോ എതിരായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റിന് എതിരായിട്ടുള്ള ഒരു അപ്രോച്ചല്ല ഈ നിയമം. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, പലയിടത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനെ കർബ് ചെയ്യാൻ വേണ്ടി നിയമ നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫലപ്രദമായി പോകുന്നുമുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മളൊരു സിക്കിം, ഈ റീസെൻ്റായിട്ട് തമിഴ്നാട്ടിൽ അതിന് വേണ്ട നിയമ നടപടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഓൾ ഇന്ത്യ പെർസ്പെക്റ്റീവിൽ ഇങ്ങനൊരു നടപടി സെൻട്രൽ ഗവൺമെൻറ് എടുത്തതിൻ്റെ ഇൻറ്റൻഷൻ നമ്മളുടെ വരും തലമുറയെ ഇതിൻ്റെ ഒരു ട്രാപ്പിൽ നിന്ന് മാറ്റി നല്ലൊരു ദിശയിലോട്ട്, ഒരു ദശാബോധത്തിലോട്ട് പോകുന്ന ഒരു സമൂഹത്തെ വാർക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ ബില്ല് അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ദൃശ്യങ്ങൾ കൂടി കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് തിരികെ എത്താം. Who have been permitted to raise the matters under Rule 377 today may personally hand over the approved text to the matter at the table immediately. ബില്ലെന്തായിരുന്നാലും ലോക്സഭയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കർശന നിയന്ത്രണങ്ങളും മറ്റും നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സർ, നമുക്ക് ഓൺലൈൻ ഗെയിമിംഗ് മേഖലയുടെ പോക്ക് ഇതെങ്ങോട്ടാണ്? ഒരു കടിഞ്ഞാണില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നുള്ള പരാതി ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രധാനമായും രക്ഷിതാക്കൾ ഏറ്റവും അധികം പരാതിപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഗെയിമിംഗ് മേഖല. ഇതിനകത്ത് ഈ പറയുന്നത് പോലെ കാശ് വെച്ചുള്ള ബെറ്റിങ്ങുകളും അതുപോലെ തന്നെ ഗെയിം മൂലം നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്തയും ഒക്കെ തന്നെ നമ്മൾ ദിനംപ്രതി കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു അറുതി വരുമോ ഈ ഒരു നിയമം പ്രാബല്യത്തിലാകുന്നതോടുകൂടി? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ലാർജർ പെർസ്പെക്റ്റീവിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ തന്നെയാണ് ഇത് ഒരു സൈഡിൽ ഇൻഡസ്ട്രി പ്രൊമോഷൻ,
അതായത് നമ്മളൊരു ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏകദേശം എത്രയോ ബില്യൺ ഡോളേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അതൊരു സൈഡിൽ. പക്ഷേ അതേസമയം അതിനൊരു പ്രോപ്പറായിട്ടൊരു ചട്ടക്കൂട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പം ബിക്കോസ് നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10-12 വർഷം കൊണ്ട് വളരെയധികം മാറ്റം ഉണ്ടായി നമ്മൾ ആസ് എ നാഷണൽ പെർസ്പെക്റ്റീവിൽ. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിലും ഇതൊരു വ്യവസായത്തെ കർബ് ചെയ്യുന്നതല്ല, ഇതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യണം. അത് വളരെ വർഷങ്ങളായിട്ടുള്ള ഇതാണ്. നമ്മൾ ഒരു ഓൾമോസ്റ്റ് 3 ഡെക്കേഡ്സായി ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ പല റെഗുലേഷൻസും IT റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറി അങ്ങനെ പല റെഗുലേഷൻസും നമുക്ക് IT ആക്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് അങ്ങനെ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ കൂട്ടത്തിലാണ് ഇതിനെ കയറഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് സമൂഹത്തിലുണ്ടാവുന്ന ഒരു വലിയൊരു പ്രതിസന്ധി. അത് ഇതിൽ മാത്രമല്ല, ഓരോ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു സൈബർ ക്രൈം എന്ന നിലയിലും അത് കഴിഞ്ഞ് ക്രിപ്റ്റോ കറൻസി അങ്ങനെ തുടങ്ങിയുള്ള ഒരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലോളം ഇതിനെ രീതിയിൽ ഉപയോഗിക്കുന്നതുമുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു നിയമത്തിൻ്റെ ആവശ്യം. ഇത് ഒരു സൈഡിൽ ഇതിൻ്റെ ബെനിഫിഷ്യറി ഇതിൻ്റെ സാധാരണക്കാരായ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ പറയും ചില ചൈനയിൽ പോലും വളരെ ഇത്ര മണിക്കൂറേ ഒരു കുട്ടി ഒരാഴ്ചയിൽ ഗെയിംസ് ഉപയോഗിക്കാവുള്ളൂ എന്നുള്ള ചട്ടം ഒരു രാജ്യത്തുണ്ട്. അതേ കണക്ക് പല കാര്യങ്ങളും ഇപ്പോൾ സൗത്ത് കൊറിയ ആയാലും യൂറോപ്പിലായാലും ഇതിനു വേണ്ട നിയമ നടപടികൾ വളരെ കാലം മുമ്പ് തന്നെ എടുത്ത് പ്രാബല്യത്തിൽ വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സിക്കിമിലും ഇവിടെയും ഓൾറെഡി നിയമ നടപടി വന്നു. അത് രാത്രി ടൈമിൽ ഇതിൻ്റെ ഉപയോഗം കർശനമായി നിരോധിച്ചുകൊണ്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മളുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ നിയമം എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഇനി ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രയോജനങ്ങൾ അത് തന്നെയാണ് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള പ്രയോജനമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്? ഏതൊക്കെ മേഖലയിൽ നമുക്ക് ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് പറയണം. നമ്മൾ അതിനെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. നമ്മൾ ഇത്രയും ഇപ്പം ഈ ഇത്രയും കൊണ്ട് കഴിഞ്ഞ ഒരു 10-12 വർഷത്തെ പുരോഗതി കൊണ്ട് വളരെയധികം എക്കണോമിക്കലി വളരെ അഡ്വാൻസ്ഡായി വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രിയും അതിൻ്റെ ചതിക്കുഴികളും ഒരു സൈഡിൽ, നമ്മുടെ ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ നമ്മൾ പറയും നമ്മൾ ഇത്രയും ഇൻ്റലക്ച്വൽ അസറ്റാണ്. നമ്മുടെ വളരുന്ന തലമുറകളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നെടുന്തൂണെന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കുട്ടികൾ ഇതിനു വേണ്ടി നമ്മളിപ്പം പറയും മൊബൈൽ അഡിക്ഷൻ ഇല്ലെങ്കിൽ സോഷ്യൽ കണക്കുള്ള ഇതിൽ നിന്ന് കൂടുതൽ അവരുടെ ഫോക്കസ് അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ നിന്നും നോളജ് പെർസ്പെക്റ്റീവിൽ നിന്നും ഒരു പ്യൂർലി അവരൊരു വേറൊരു തലത്തിലോട്ട് നമ്മളെ തലമുറയെ മാറ്റി വിടുന്നുണ്ട് ഇങ്ങനെയുള്ള. അപ്പം എല്ലാത്തിനെയും ഒരുമിച്ച് കുറ്റം പറയുന്നതല്ല, ഇതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. ഇത് നല്ലതിനെയും ചീത്തയും നമ്മൾ ഇതുവരെയും ഇത് ക്ലിയർ ചെയ്യാനുള്ള ടൈം വളരെ കാലമായി അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പം ഒരു പ്ലാറ്റ്ഫോം എടുക്കുമ്പോൾ ഇതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള യൂസേഴ്സും അല്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുവഴി എല്ലാ മേഖലയിലും ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പറയും ഇത്രയും ഇൻ്റർനെറ്റ് പെനിട്രേഷൻ ഇത്രയും ജനങ്ങളുള്ള നാടായ ഇന്ത്യയിൽ ഇതിനെ ഇതെന്ന് വെച്ചാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് പോലും അതിനും അപ്പുറമാണ്. അപ്പോൾ ഇങ്ങനൊരു നിയമം വരുന്നത് വഴി ഒരു പരിധിയോളം ഇനിയുള്ളതിൻ്റെ അടുത്ത ഘട്ടങ്ങളായി ഇതിൻ്റെ ഒന്നിൽ നമ്മളുടെ ജനങ്ങളിലുള്ള അവയർനെസ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ചിലയിടത്തൊക്കെ മാതാപിതാക്കളുടെ പെർമിഷൻ കൊടുത്ത് മാത്രമേ അവരുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കാവുള്ളെന്നുണ്ട്. പലയിടത്തും ഇതുവഴി ഉപയോഗിച്ച് മരണങ്ങൾ കുട്ടികളിൽ നിന്നും അവരെ ഫിനാൻഷ്യലായി ഇത് എക്സ്പ്ലോയിറ്റ് നടത്തുന്നത് അങ്ങനെ എല്ലാ മേഖലയിലും ഇവരുടെ ഡേറ്റ ഇത് യൂസേഴ്സിൻ്റെ ഇതുവഴി ഡേറ്റ അവർ കിട്ടുന്നതും മിക്കവാറും നമ്മൾ ടെക്നോളജി രീതി ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സെർവേഴ്സൊക്കെ കിടക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. അപ്പം നമ്മളെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിൻ്റെ ഏറ്റവും വലിയ ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അപ്പം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു റൂളും റെഗുലേഷൻസും ഉണ്ടെങ്കിൽ ഇത് വ്യവസായങ്ങൾക്കെതിരായി അല്ല, ഇത് ജനനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു തീരുമാനം. റജി വസന്ത്, ഇപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇത് മാനസികപരമായും സാമൂഹ്യപരമായും ഉണ്ടാക്കുന്ന ചില ആഘാതങ്ങളുണ്ട്. അതായത് ഈ ബെറ്റിംഗ് ആപ്പുകളും
അതുപോലെ ഓൺലൈൻ പോക്കർ ഗെയിമുകളും ഒക്കെ തന്നെ ഉണ്ടാകുന്ന വിഘാതങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു വശം. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് വലിയ തോതിൽ തന്നെ ഈ ഒരു നിയമത്തിലൂടെ കുറച്ചു കൊണ്ടുവരാനും അത് സമൂഹത്തിന് കൂടുതൽ സാമൂഹ്യ നന്മ ഉറപ്പുവരുത്താനും സാധിക്കുന്ന ഒരു വിഷയം കൂടിയല്ലേ? പ്രത്യേകിച്ച് ഈ ഉപഭോക്താവിൻ്റെ സുരക്ഷിതത്വം സാങ്കേതിക മേഖലയിലുള്ള ഇപ്പോഴത്തെ ഒരു വളർച്ച വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ സുരക്ഷിതമായി ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? നമ്മൾ തിരിച്ച് ഡിസ്കഷനിൽ ആദ്യം പറഞ്ഞു പോയത് നമ്മൾ ഒരു സൈഡിൽ വി ഹാവ് എൻ്റർടൈൻമെൻറ്റ്, വേറൊരു സൈഡിൽ ടെക്നോളജി. ഇതിൽ രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ നമ്മൾ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിലും നമുക്ക് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് വളരെ സക്സസ്ഫുള്ളായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിഞ്ഞ 3-4 വർഷം കേരള പോലീസിൻ്റെ സഹായത്തോടു കൂടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വളരെയധികം മാറ്റം നമ്മൾ യൂത്തിനെ മാറ്റിയെടുക്കാൻ നമ്മൾ കേരള പോലീസിൻ്റെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ വഴി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇതിൽ 2 കാര്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ടെക്നോളജിയും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി രണ്ടും തമ്മിലുള്ള ഇതാണ്. അതേ കണക്ക് വേറൊരു സൈഡുണ്ട്. നമ്മളൊരു യൂസേഴ്സ് ഇല്ലെങ്കിൽ നമ്മളൊരു ഗെയിം ഉപയോഗിക്കുന്ന ഒരു യൂസറും ഇത് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ ആരാണോ ഈ ഒരു കമ്പനി ഇതിലോട്ട് പമ്പ് ചെയ്യുന്ന അവർ തമ്മിൽ. അപ്പം ഇതിന് രണ്ടുപേർക്കും അതിന് വേണ്ട റെഗുലർ ചെയ്തുകൊണ്ടാണ് തമിഴ്നാടിൻ്റെ മോഡിഫിക്കേഷൻസ് വന്നത്. അപ്പം ഫൈന് വരുമ്പോൾ അത് യൂസേഴ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇത് എങ്ങനെയാണോ ഈ ആപ്പുകൾ ഉണ്ടാക്കി ഇത് പമ്പ് ചെയ്യുന്നവർക്ക് അവരെ എങ്ങനെ മോണിറ്റർ ചെയ്യാം, അവരെ എങ്ങനെ ഇത് ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം, അവർക്ക് എങ്ങനെ എന്തൊക്കെ നടപടി. അപ്പം അതിൽ ഇതിപ്പം ഓവർ നൈറ്റ് ഇതിനെല്ലാം കേർബ് ചെയ്യുമെന്നല്ല. ഇത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനെ അവരെ നോഡൽ ഏജൻസി ആക്കി അവരിലൂടെ ഇതിനൊരു പ്രോപ്പർ മോണിറ്ററിങ്ങും അത് കുറച്ചുകൂടെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ചുകൂടെ ഇതൊരു കേർബിംഗ് അല്ല, ഇതിനെ വളരെ ഒരു സ്ട്രക്ചറൽ ആൻഡ് ഓർഗനൈസ്ഡ് ആക്കി മാറ്റുന്നതാണ് ഈ നിയമം എന്നാണ് ഞാൻ വായിച്ച് അനലൈസ് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇതൊരു ടെക്നോളജിയും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഫൈറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിനെക്കാട്ടിയും ഇതിൽ നിയമപരമായി അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ മാനേജ് ചെയ്ത് ഇന്ത്യയുടെ നിയമം, ഇന്ത്യയുടെ ചട്ടക്കൂടിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഇന്ത്യയുടെ സിറ്റിസൻസിന് ഒരു ആപത്തും ഉണ്ടാവാത്ത രീതിയിൽ ഇതിനെ ലോങ് റണ്ണായിട്ട് ഓട്ടിക്കുന്നതിൽ ഇനിയും FDIയുടെ ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് ഇങ്ങനൊരു മൂവ് വന്നാൽ FDI ഇനിയും ഗ്രോ ആവും, ഇൻഡസ്ട്രി ഇനിയും ഗ്രോ ആവും, കുറച്ചുകൂടെ നല്ല വശത്തോട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ മറ്റൊരു സംശയം കൂടി ചോദിക്കുകയാണ്. ഈ നിയമവശമായിട്ട് ഏത് തരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകൾ ബാൻ ചെയ്യുന്നു, ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾക്കുണ്ട്. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ പെട്ടെന്നൊരു ദിവസം കളിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം, ഇനി നിയമപരമായിട്ട് വരുന്ന മറ്റ് വിഷയങ്ങൾ, ഈ ആപ്പുകൾ ഇനി മറ്റ് രീതിയിൽ കോടതിയെയും മറ്റും സമീപിച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയൊക്കെയുള്ള വിഷയം ഇതെല്ലാം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിയമമാണ്. ഇന്ത്യയിലൊരു വ്യവസായം ഓടണമെങ്കിൽ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് തന്നെയാണ് ഓടേണ്ടത്. അത് ഫേസ്ബുക്ക്, മെറ്റ ആയാലും ഏത് പ്ലേയേഴ്സ് ആയാലും ഇന്ത്യയുടേതായ ഒരു ചട്ടക്കൂടുണ്ട്. അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ത്യയുടെ സിറ്റിസൻസിന് വേണ്ടിയാണ്. അപ്പോൾ സിറ്റിസൺ ഡ്രിവൺ ആയിട്ടൊരു നിയമം വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെയല്ല ഈ നടപടി വരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മളെപ്പോഴും പറയും, ഇപ്പം നേരത്തെ നമ്മൾ ലോൺ ആപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പം അതിൽ RBIയുടെ ഇതിൽ നോട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഈ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതല്ലാതെ കുറേ കയറി പറ്റുന്നുണ്ട്. അത് കണക്ക് തന്നെയാണ്. നമ്മളിപ്പം ഇതൊന്നും മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ഇത് രജിസ്റ്റേർഡായും അൺരജിസ്റ്റേർഡായും പ്രവർത്തിക്കുന്ന അത് നമ്മളിപ്പം ഇന്ത്യയിൽ 146 കോടി ജനങ്ങളുണ്ടെങ്കിൽ 146 കോടി ജനങ്ങളുടെയും അല്ലെങ്കിൽ UIDയോ ആധാറോ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ എടുക്കുന്ന കണക്ക് ഒരു വ്യവസായം ഓടുമ്പോൾ ഇതിൻ്റെ ഓതൻറ്റിസിറ്റി, ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് ഫ്ലോ, ഏത് FDI വഴിയാണ് ഫണ്ട് ഫ്ലോ വരുന്നത്, ഇല്ലെങ്കിൽ അത് രാജ്യസുരക്ഷയ്ക്ക് എതിരാണോ, ഇല്ലെങ്കിൽ അത് ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പിലുണ്ട്. ഇതിൽ ഒരു സൈഡിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ കേർബ് ചെയ്യുന്നില്ല. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരു ഇൻഡസ്ട്രിയെ 10-25 വർഷം കൊണ്ട് ഇന്ത്യയിൽ കൊണ്ട് ഓട്ടിക്കുന്നതാണ്. അപ്പോൾ അത് ഓവർനൈറ്റ് ഇതിനെ ഒരിക്കലും ഗവൺമെൻറ് അങ്ങനെ ഇത് ഒരിക്കലും ചെയ്യത്തില്ല. അവർക്കറിയാം ഇതൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഇത് പ്രോപ്പറായി ഇന്ത്യൻ നിയമത്തിൽ അതിന് തടസ്സം വരാത്ത രീതിയിൽ, ജനഹിതത്തിന് എതിരാവാത്ത രീതിയിൽ ഇവിടെ അപ്പം ഇനിയും വ്യവസായം കൂടുകയേ ഉള്ളൂ ഈ ഒരു നിയമത്തോടു കൂടിയെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ശരി, ശ്രീ മിഥുൻ ഇപ്പോൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഏത് രീതിയിൽ ഈ നിയമം ബാധിക്കും? എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു മേഖലയിൽ, സൈബർ ക്രൈമിൻ്റെ മേഖലയിൽ ഈ ഒരു നിയമത്തിന്?
നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാര്യമാണ്. നമ്മൾ കൂടുതലും ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഇപ്പോൾ ഹൂയിസ് അത് ആരാണ്, അവരുടെ KYC ഇല്ലെങ്കിൽ അവരുടെ ഒതൻറ്റിക്കേഷൻ, ഇൻറ്റഗ്രിറ്റി ഇതെല്ലാം വരുന്നതോടുകൂടി കുറച്ചുകൂടെ നമുക്ക് വളരെ അല്ലെങ്കിൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വളരെ പോസിറ്റീവായിരിക്കും. ഇപ്പം തന്നെ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഫിനാൻഷ്യൽ ഫ്ലോയുടെ കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം ഇത് സൈബർ ക്രൈം എടുക്കുമ്പോൾ പിന്നെയും ഇതിൽ ഓതറൈസ്ഡോ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതൊന്നും ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നത് വഴി അവർ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് ഇത് വളരെ ഈസി ആയിട്ട് മോണിറ്റർ ചെയ്യാനും വളരെ അപ്പോൾ അതിലോട്ട് നമ്മളിപ്പം പറയും ഇപ്പം തന്നെ കൺവിക്ഷൻ റേഷ്യോയും ഇല്ലെങ്കിൽ പരാതി കൊടുക്കും, നമ്മൾ 0 FIR എന്നൊക്കെ പറഞ്ഞാലും എത്ര ആൾക്കാരാണ് ഇന്ത്യയിൽ ഇതിൻ്റെ വിക്ടിംസ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ എത്ര പേര് സ്റ്റേഷനിലും ഇല്ലെങ്കിൽ കൺവിക്ഷൻ ഇല്ലെങ്കിൽ ഒരു പ്രോസിക്യൂട്ട് ചെയ്യാനും എത്ര ഒഫൻഡേഴ്സിനെ പിടിച്ചെടുക്കുക, ഇതൊന്നും ഇത് നമ്മൾ ഡിസ്കഷനിൽ ഇതൊക്കെ പറയാമെങ്കിലും ഇത് ഇപ്പോഴും വളരെ ഇതാണ്. അപ്പം ഇങ്ങനെ ഉള്ള ഇത് എടുത്ത് ഇവരെ പ്രോപ്പറായിട്ട് റെഗുലറൈസ് ചെയ്ത് ആരാണോ ഇപ്പം ഞാൻ ആപ്പുകൾക്കെതിരല്ല ഇല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെതിരല്ല. ഇപ്പം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ ചട്ടക്കൂടിൽ ഇന്ത്യൻ നിയമത്തിൽ എല്ലാം ഇതായി ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതാർക്കും എതിരല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സിറ്റിസൺ സെൻട്രിക് ആയിട്ടായിരിക്കും ഇത് വർക്കാവുന്നത്. അപ്പോൾ ഒരു ക്രൈം റേറ്റ് വളരെ കുറയും. ഇതിൽ 2 ക്രൈമാണ്. ഒന്ന് സൈബർ ക്രൈം മാത്രമല്ല, ഫിനാൻഷ്യൽ ക്രൈംസും നമ്മളെ രാജ്യത്തിലേക്ക് ഇതൊരു മണി ലോണ്ടറിങ്ങിനെ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഇതൊരു വലിയൊരു വൾണറബിൾ ഏരിയയാണ്. നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് ഒന്നും കാണാതെ ഒരു നിയമം എടുക്കത്തില്ല. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഈസി നമ്മൾ പറയും ഫോറിൻ ഫണ്ടിങ്ങിൻ്റെ ഒരു ഈസി ഹെവനായി മാറിക്കഴിഞ്ഞു ഈ ആപ്പുകൾ. അപ്പം ഇങ്ങനെ ഒരു കർബ് ചെയ്യുമ്പോൾ ആരാണോ ഈസി ഹെവനിലൂടെ ഇന്ത്യയിലോട്ട് ഫണ്ടിങ് കൊണ്ടുവന്ന് ഇന്ത്യൻ എക്കോണമിയെയും ഇന്ത്യൻ സിസ്റ്റത്തിനെയും താറുമാറാക്കാൻ ശ്രമിക്കുന്നത് അവർക്കെതിരെ തീർച്ചയായും നടപടിയെടുക്കണമെന്നാണ് ഓരോ പൗരന്മാരും ചിന്തിക്കേണ്ടത്. ഒരു സൈഡിൽ ജനങ്ങൾക്ക് ഇതിൻ്റെ വെൽഫെയർ കിട്ടുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൻ്റെ ഈ സ്റ്റെബിലിറ്റിക്കെതിരെ ആരാണോ പ്രവർത്തിക്കുന്നത് അവരെ ഗ്രാസ് റൂട്ടിൽ കണ്ടെത്താൻ ഒരു സൈഡിൽ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നവരെ കർബ് ചെയ്യാനും സൈബർ ക്രൈമിനെതിരെ പ്രവർത്തിക്കുന്നവരെ നമുക്ക് വളരെയധികം നമ്മളെ ഒരു വിത്തിൻ ദ നട്ട്ഷെൽ ഇല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ട്രാക്കിൽ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇത്ര കമ്പനികളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്, ഇതാണ്. അപ്പം അതിനൊരു വെൽ ഓർഗനൈസ്ഡ്, ബിക്കോസ് ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇപ്പോൾ ഇന്ത്യ എക്കണോമിക്കലി ഇത്രയും അഡ്വാൻസ്ഡ് ആവുന്ന സ്ഥിതിക്ക് നല്ല നിയമങ്ങൾ അവർക്കെതിരായല്ല. ഇപ്പം ഒരു കമ്പനി ഇന്ത്യയിൽ ഏത് കമ്പനിക്ക് വേണോ പ്രവർത്തിക്കാം, ഇന്ത്യൻ നിയമത്തിൽ അതിന് ചട്ടക്കൂടിലാവുമ്പോൾ അപ്പോൾ അതനുസരിച്ചുള്ള സൈബർ ക്രൈംസും വളരെ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി രാജ്യത്തിനും ഗുണമാണ്, സിറ്റിസൺസിനും ഗുണമാണ്, വ്യവസായികൾക്കും ഗുണമാണ്.